Katanim! Ash! Me! Sa! Ki! Ku! Look! ഈ മാസം 25-26 തീയതികളിൽ മൈസൂരുവിൽ നടക്കുന്ന ഓൾ ഇന്ത്യ ഷിറ്റോറി ദേശീയ കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ പുനലൂരിലെ സെന്ററുകളിൽ നിന്ന് 30 പേർ മത്സരത്തിനായി പുറപ്പെടുമെന്ന് കരാട്ടെ സ്കൂൾ പരിശീലകൻ ക്യോഷി എസ് ഉല്ലാസ് പറഞ്ഞു. എത്ര കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിൽ നിന്നും ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കാൻ പോകുന്നത്? നമ്മുടെ അക്കാഡമിയിൽ നിന്ന് ഇപ്പോൾ 30 കുട്ടികളാണ് ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കുന്നത്. നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് പങ്കെടുക്കുന്ന 30 കുട്ടികളാണ്. അപ്പോൾ അതിനകത്ത് പല നമ്മുടെ ബ്രാഞ്ചിലുള്ള കുട്ടികളാണ് പങ്കെടുക്കുന്നത്. പുനലൂർ ക്ലാസ്സിൽ നിന്ന് തന്നെ ഏകദേശം 5ഓളം കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കരവാളൂർ, അഞ്ചല്, പാലമുക്ക് തുടങ്ങിയ അലുമുക്ക് ഈ സമീപ പ്രദേശത്തുള്ള പൂങ്ങോട് തുടങ്ങിയ പ്രദേശത്തുള്ള കുട്ടികളാണ് നമ്മുടെ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നത്. ഇതൊരു ഇൻവിറ്റേഷൻ ചാമ്പ്യൻഷിപ്പ് അല്ല എന്നുള്ളതാണ് ഈ ചാമ്പ്യൻഷിപ്പിന്റെ പ്രത്യേകത. നമ്മുടെ കഴിഞ്ഞ മാസം നമ്മൾ ഓക്സ്ഫോർഡ് സ്കൂളിൽ വെച്ചിട്ട് നമ്മളൊരു ദോജോ ചാമ്പ്യൻഷിപ്പ് നടത്തിയിരുന്നു. ഈ ദോജോ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച കുട്ടികളെ നമ്മൾ സ്റ്റേറ്റ് മത്സരത്തിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി, അതായത് ഷിറ്റോറിയോ കരാട്ടെ അസോസിയേഷൻ നടത്തുന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ തിരുവനന്തപുരത്ത് വെച്ച് നടത്തുകയുണ്ടായി. ആ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ച കുട്ടികളെയാണ് നമ്മൾ ഇപ്പോൾ നാഷണൽ മത്സരത്തിലേക്ക്, അതായത് ഓൾ ഇന്ത്യ ഷിറ്റോറി കരാട്ടെ ഫെഡറേഷൻ നടത്തുന്ന നാഷണൽ മത്സരമാണ്. അത് മൈസൂർ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ മാസം 25-26 തീയതികളിലാണ് മത്സരം നടക്കുന്നത്. നമ്മുടെ ഈ അക്കാഡമിയിൽ നിന്ന് 30 കുട്ടികളും അതിന്റെ പേരൻസും നമ്മുടെ പരിശീലകരും കൂടെ ചേർന്നാണ് നമ്മൾ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. നമ്മൾ പ്രധാനമായിട്ടും ഇതിനകത്ത് നോക്കിക്കാണേണ്ട ഒരു കാര്യം, പല ഷിറ്റോറിയോ അല്ലെ ഗുജേറിയോ വടേറിയോ എന്ന് പറയുന്ന പല സ്റ്റൈലുകളാണ് നമ്മൾ കരാട്ടെ ഫോളോ ചെയ്യുന്നത്. പക്ഷേ ഷിറ്റോറി എന്ന് പറയുന്ന ഒരു ജെനുവിൻ ബോഡി ഉണ്ട്. ആ ബോഡി ഓൾ ഇന്ത്യ ഷിറ്റോറി കരാട്ടെ യൂണിയൻ എന്നാണ് നമ്മുടെ ഇന്ത്യയിൽ അറിയപ്പെടുന്നത്. അതിന് മേളിൽ APSK എന്ന് പറയും, ഏഷ്യൻ പെസഫിക് ഷിറ്റോറി കരാട്ടെ ഫെഡറേഷൻ. അതിന്റെ ടോപ്പിലാണ് വേൾഡ് ഷിറ്റോറി കരാട്ടെ ഫെഡറേഷൻ ഉള്ളത്. ഈ ഫെഡറേഷനുകളുടെ എല്ലാം അംഗീകാരത്തോടു കൂടിയുള്ള മത്സരങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ മത്സരത്തിലാണ് നമ്മൾ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നത്. അല്ലാതെ സാധാരണ ഒരു പ്രൈവറ്റ് ആയിട്ട് നടത്തുന്ന ഒരു ചാമ്പ്യൻഷിപ്പിൽ നമ്മളെ കുട്ടികളെ പോയി പങ്കെടുപ്പിക്കുകയും അതിൽ മത്സരിച്ച് ജയിക്കുന്ന കുട്ടികൾക്കല്ല ഈ പറയുന്ന അംഗീകാരങ്ങളോ അല്ലെങ്കിൽ അവര് ജെനുവിനായിട്ട്, മറ്റേതൊരു ഇൻവിറ്റേഷൻ ചാമ്പ്യൻഷിപ്പ് ആയിരിക്കും. ആരെങ്കിലും ഒരു പ്രൈവറ്റ് ആയിട്ട് ഒരു ചാമ്പ്യൻഷിപ്പ് നടത്തും. അതിലിപ്പോൾ വിദേശത്ത് വെച്ച് നടത്തിയാൽ പോലും ആ മത്സരത്തിൽ പോയി പങ്കെടുക്കുന്നവർക്ക് അതിൻ്റെതൊക്കെ വാല്യൂ ഇല്ല. പക്ഷെങ്കിൽ ഇത് നമ്മൾ ജില്ലാ തലത്തിൽ മത്സരിച്ച് അവിടുന്ന് ജയിച്ച കുട്ടികളാണ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. ആ സ്റ്റേറ്റിൽ ജയിച്ച കുട്ടികളെയും കൊണ്ടാണ് നമ്മളിപ്പോൾ നാഷണലിലേക്ക് പോകുന്നത്. ആ നാഷണലിൽ ജയിക്കുന്ന കുട്ടികൾക്ക് സെപ്റ്റംബർ മാസത്തിൽ ജപ്പാനിൽ നടക്കുന്ന മത്സരത്തിൽ പങ്കെടുക്കാനും അവസരം നേടും. അതിന് നമ്മുടെ ക്ലാസ്സിൽ നിന്ന് നിരവധി പ്രാവശ്യം ഇന്റർനാഷണൽ പ്ലേയേഴ്സ് നമുക്കുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇപ്പോഴും നടന്ന കഴിഞ്ഞ വർഷവും അതിന് മുമ്പിലത്തെ വർഷമൊക്കെ നടന്ന ഇന്റർനാഷണൽ മത്സരത്തിൽ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് തന്നെ കുട്ടികൾ പങ്കെടുക്കുകയും അത് ഇന്റർനാഷണൽ ലെവലിൽ പോയി 60ഓളം രാജ്യങ്ങൾ പങ്കെടുത്ത മത്സരത്തിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ ഈ പ്രാവശ്യത്തെ മത്സരത്തിന് കുറച്ച് പ്രത്യേകത കൂടിയുണ്ട്. 6 വർഷത്തിലൊരിക്കലാണ് WSKF ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്, അതായത് വേൾഡ് ഷിറ്റോറി കരാട്ടെ ഫെഡറേഷൻ ചാമ്പ്യൻഷിപ്പ് നടത്തുന്നത്. ആ ചാമ്പ്യൻഷിപ്പ് 6 വർഷം കൂടുമ്പോൾ ഒന്നെങ്കിൽ ജപ്പാൻ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യങ്ങളാണ്. ഏകദേശം 100ഓളം രാജ്യങ്ങളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക. ഈ 100 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന മത്സരത്തിലേക്ക് നമ്മുടെ ക്ലാസ്സിൽ നിന്നും ഈ പറയുന്ന നാഷണൽ മത്സരത്തിൽ വിജയിക്കുന്ന കുട്ടികൾക്ക് യോഗ്യത നേടുകയും അവർ ആ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. അപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് 30ഓളം കുട്ടികൾ ഈ നാഷണൽ മത്സരത്തിൽ പങ്കെടുക്കുന്നതിൽ തീർച്ചയായിട്ടും നമ്മുടെ പകുതിയോളം കുട്ടികൾ അതിൽ വിൻ ചെയ്യുന്നുള്ളതിൽ നമുക്ക് 100% ഉറപ്പുള്ള കാര്യമാണ്. അതിനുവേണ്ടി ഏകദേശം 5ഓളം കുട്ടികൾ പേരും രജിസ്റ്റർ ചെയ്ത് ജപ്പാനിൽ പോകാനിട്ടുണ്ട്. അപ്പം ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ വിജയിക്കുമോ തോക്കുമോ എന്നുള്ളതല്ല, ഞങ്ങൾ വിജയിക്കും എന്നുള്ള കാഴ്ചപ്പാടിൽ തന്നെയാണ് നമ്മുടെ കുട്ടികൾ നാഷണൽ പങ്കെടുക്കുന്നത്. അത് അവരുടെ എക്സ്പീരിയൻസ് ആണ്. കഴിഞ്ഞ നിരവധി നാഷണൽ ചാമ്പ്യൻഷിപ്പുകളിൽ പങ്കെടുത്ത് വിജയിച്ചുകൊണ്ടാണ് അവർ ഇന്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അപ്പൊ അതിനുവേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഇവിടെ നിൽപ്പുണ്ട്. ഇപ്പം നമ്മുടെ മേധയുണ്ട്, അജയുണ്ട്, പിന്നെ അതേപോലെ കുട്ടികൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഇന്റർനാഷണൽ മത്സരത്തിൽ സിംഗപ്പൂരിൽ പോവുകയും മത്സരിക്കുകയും ജയിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പൊ ഇനിയും ഈ 30ഓളം കുട്ടികൾ മത്സരിക്കുന്നതിനകത്ത് അവർക്ക് ഈ ഒരു ഇന്റർനാഷണൽ പ്ലെയർ ആവാനെ കൊണ്ടുള്ള അവസരങ്ങളാണ് നമ്മൾ വഴിയൊരുക്കി കൊടുക്കുന്നത്. സാധാരണ ഒരു ക്ലാസ്സിൽ നമ്മൾ പരിശീലനം നൽകുന്നതിന്റെ കൂട്ട് എന്നും വൈകിട്ട് വരിക, പ്രാക്ടീസ് ചെയ്യുക, പോകുക എന്നുള്ള രീതിയല്ല. നമ്മൾ അസോസിയേഷനുകൾ അംഗീകരിച്ച മത്സരങ്ങളിൽ പങ്കെടുപ്പിച്ച കുട്ടികളെ, അത് നിരവധി ചാമ്പ്യൻഷിപ്പുകളിലാണ് നമ്മൾ പങ്കെടുപ്പിക്കുന്നത്. നമ്മുടെ ജില്ലാ അസോസിയേഷന്റെ തന്നെ 2 മത്സരമുണ്ട്. അതായത് ഫ്രണ്ട്ഷിപ്പ് ചാമ്പ്യൻഷിപ്പ് ഒന്ന് വരും. അത് കഴിഞ്ഞിട്ട് ജില്ലാ അസോസിയേഷൻ, ഏകദേശം കൊല്ലം ജില്ലയിൽ 110ഓളം ക്ലബ്ബുകൾ രജിസ്റ്റർ ചെയ്തേക്കുന്ന ജില്ലാ അസോസിയേഷൻ ഉണ്ട്. ആ അസോസിയേഷന്റെ മത്സരത്തിൽ നമ്മൾ പങ്കെടുപ്പിക്കും. കൂടാതെ സ്റ്റേറ്റ് ഷിറ്റോറി കരാട്ടെ ഫെഡറേഷൻ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് ഉണ്ട്, അതിൽ കുട്ടികളെ പങ്കെടുപ്പിക്കും. കൂടാതെ നമ്മൾ ഇവർക്കൊരു പ്രോത്സാഹനം എന്ന രീതിയിൽ നമ്മുടെ അക്കാഡമിക്കകത്തുള്ള കുട്ടികളെ, അതായത് ദോജോ ചാമ്പ്യൻഷിപ്പ് നമ്മൾ നടത്താറുണ്ട്. ഇങ്ങനെ 4-5ഓളം ചാമ്പ്യൻഷിപ്പുകളിൽ ഒരു കുട്ടി ഒരു വർഷത്തിൽ പങ്കെടുക്കുക, അവരുടെ എക്സ്പീരിയൻസ് കൂട്ടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ ലോക്കൽ ചാമ്പ്യൻഷിപ്പ് അല്ലാതെ അസോസിയേഷനുകൾ, അതായത് നമ്മുടെ നാഷണൽ ബോഡി അല്ലെ സ്റ്റേറ്റ് ബോഡി, ഇന്റർനാഷണൽ ബോഡി നടത്തുന്ന മത്സരങ്ങളിലേക്ക് നമ്മൾ കുട്ടികളെ അയക്കുകയും അതിൽ വിൻ ചെയ്യുകയും ചെയ്യുന്നത്. അതാണ് നമ്മുടെ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകത.
അപ്പൊ അങ്ങനെയുള്ള മത്സരങ്ങളിൽ കുട്ടികൾ സാധാരണ നമ്മളൊരു കരാട്ടെ പഠിക്കാൻ വരുമ്പോൾ സെൽഫ് ഡിഫൻസോ അല്ലെങ്കിൽ നമുക്കൊരു ബെൽറ്റ് കിട്ടുകയോ മാത്രമല്ല, നമ്മുടെ കഴിവ് എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് നമ്മളൊരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോഴാണ്. സാധാരണ ഒരു കുട്ടി കരാട്ടെ പഠിക്കാൻ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും ബെൽറ്റുകളൊക്കെ കിട്ടും, അല്ലെങ്കിൽ അവർക്ക് ബ്ലാക്ക് ബെൽറ്റ് ആവാം, ഒരു നിശ്ചിത കോഴ്സ് കഴിയുമ്പോഴത്തേക്ക് ബ്ലാക്ക് ബെൽറ്റ് ആവാം. പക്ഷെങ്കിൽ ആ കുട്ടിക്ക് കഴിവുണ്ടെങ്കിൽ മാത്രമേ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്ത് വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഉല്ലാസിന്റെ നേതൃത്വത്തിലുള്ള പുനലൂരിലെ ട്രോജൻ ഷിറ്റോറി കരാട്ടെ അക്കാദമിയിൽ 350ഓളം കുട്ടികളാണ് പരിശീലനം നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.